Welcome to Entry Elevate ACCA's Financial Reporting Classes. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IAS 37 Provisions, Contingent Liabilities and Contingent Assets. So, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ മൂന്ന് ടോപ്പിക്സ് ആയിരിക്കും നോക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡിൽ. സോ നോക്കാം. So first, what is provision? എന്താണ് provision? A provision is a liability of uncertain timing or amount. ഇവിടെ ലയബിലിറ്റിയും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ടൈമിംഗ് എന്തായിരിക്കും? സെർട്ടൻ ആയിരിക്കും. അതേപോലെ എമൗണ്ടും നമുക്ക് അറിഞ്ഞിരിക്കും. ബട്ട് പ്രൊവിഷൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയേ, ടൈമിംഗ് ഈസ് അൺസെർട്ടൻ ആൻഡ് എമൗണ്ടും എന്താണ്? അൺസെർട്ടൻ ആണ്. സോ ഇതിൻ്റെ ഒരു ജേർണൽ എൻട്രി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? സോ ഇത് നമ്മൾ എക്സ്പെൻസ് ആക്കിയിട്ടും കാണിക്കണം. SOPL സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് ആക്കിയിട്ട് കാണിക്കണം. സോ ഡെബിറ്റ് എക്സ്പെൻസ്. പിന്നെ ഇതൊരു ലയബിലിറ്റി ആണ് അല്ലേ? പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയും ആണ്. സോ SOFPയിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലയബിലിറ്റി സെക്ഷനിൽ കാണിക്കുകയും വേണം. സോ ക്രെഡിറ്റ് പ്രൊവിഷൻ. സോ എന്താണ് പ്രൊവിഷൻ, ഇതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളതുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, എപ്പോഴാണ് നമ്മൾ ഈ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? an entity has a present obligation. നമുക്ക് എന്തുണ്ടാവണം? ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ഓക്കെ, ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട് എന്നൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ്. ഈ ലീഗൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പറയും. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് പ്രൊബബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇറ്റ് ഈസ് പ്രൊബബിൾ ആണ് ദാറ്റ് ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് എക്കണോമിക് റിസോഴ്സ് outflow of resource embodying economic benefits will be required to settle it. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ, എക്കണോമിക് റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക്കലി ക്യാഷ് ആണ്. ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പെന്നല്ല പറയുന്നത്. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊബബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 95% ചാൻസ് എന്ന് വെച്ചിട്ട് സെർട്ടൻ ആണെന്ന് പറയുന്നില്ല. ആൻഡ് ദ തേർഡ്, a reliable estimate can be made of its amount. എമൗണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം റിലയബിളി. 2 types ഓഫ് ഒബ്ലിഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒബ്ലിഗേഷനും ഉണ്ടാവാം, ലീഗലി ആയിട്ടുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവാം. എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് ആൻഡ് ലീഗലി ഉദ്ദേശിക്കുന്നത്? An entity has a present obligation, either constructive or legal. A constructive obligation arises when an entity's past practice or published policies creates a valid expectation amongst other parties that it will discharge certain responsibilities. അതായത് നമുക്കൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് നമ്മളെന്തോ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ബിസിനസ്സാണ്. അവിടെ നമ്മൾ പറയാമെന്ന് നമ്മൾ സെല് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനും ഒരു 3 years വാറൻറ്റി ഉണ്ടെന്ന്. അത് ജനറലി ഉള്ളൊരു കമ്പനിയുടെ ഒരു പോളിസിയാണ്. സോ ഇത് അവരായിട്ട് ഉണ്ടാക്കിയതല്ലേ. അതായത് അപ്പം ഓൾമോസ്റ്റ് ഇത്ര പ്രൊഡക്ട്സിന് എന്ത് വരാം, തിരിച്ചെന്തെങ്കിലും ഡിഫക്റ്റോ ഇതോ കാരണങ്ങൾ വന്നെങ്കിൽ അവിടെ അവർ വാറൻറ്റി ഇത്ര കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വാറൻറ്റിക്ക് ഒരു സെർട്ടൈൻ എമൗണ്ട് കണ്ടുവെക്കേണ്ടി വരും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഒബ്ലിഗേഷൻ, അതായത് അവരായിട്ടുണ്ടാക്കിയതാണ് അല്ലേ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഒബ്ലിഗേഷനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ഉദ്ദേശിക്കുന്നത്. നൗ ലീഗൽ ഒബ്ലിഗേഷൻ. A legal obligation arises from a contract or from laws and legislation. Laws or legislation കാരണം, ഫോർ എക്സാമ്പിൾ ടാക്സ് പ്രൊവിഷൻ, ഓക്കെ ഇത്ര കൊടുക്കണം, അത് ലീഗലി ഉള്ളതാണ് അല്ലേ, ആസ് പെർ ദി ലോ ആൻഡ് ലെജിസ്ലേഷൻ ഉള്ളതാണ്. സോ സച്ച് ഒബ്ലിഗേഷനാണ് നമ്മൾ ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നൗ ഇവിടെ നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാമെന്നാണ് നോക്കാം. എ റിലയബിൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി മെയ്ഡ്. ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് എ പ്രൊവിഷൻ വിൽ ബി. എങ്ങനെയാണ് ഈ എസ്റ്റിമേറ്റ് എന്നാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. ദ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം പേയബിൾ, മോസ്റ്റ് ലൈക്ലി amount payable for a single obligation or event for such as a court case. So ഒരു സിംഗിൾ, അതായത് ഉദ്ദേശിക്കുന്ന ഒരു സിംഗിൾ ഔട്ട്കം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇവൻറ്റ് നടക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? മോസ്റ്റ് ലൈക്ലി എമൗണ്ട് പേയബിൾ, അല്ലെങ്കിൽ ആ മോസ്റ്റ് ലൈക്ലി എന്താണോ അതാണ് നമ്മൾ പ്രൊവിഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോർട്ട് കേസ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കോർട്ട് കേസ് ഉണ്ട്. ലൈക്ക് സംവാട്ട് നമ്മളൊരു എമൗണ്ട് കോമ്പൻസേഷനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ കേസ് തീരുമാനമൊന്നും ആയിട്ടില്ല. സോ ആ കേസിൻ്റെ റിസൾട്ട് എന്തെങ്കിലും ഒരു 2 ഓപ്ഷൻ, അതായത് കേസ് വിൻ ചെയ്യാം അല്ലെങ്കിൽ ലൂസ് ചെയ്യാം. ഇതിൻ്റെ അപ്പുറം ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞു, ഐദർ വിൻ ഓർ ലൂസ്. സോ അതൊരു സിംഗിൾ ഔട്ട്കം ആണ്
അല്ലേ? സോ ഈ കേസിൽ നമ്മൾ എങ്ങനെ പ്രൊവിഷൻ കൺസിഡർ ചെയ്യണ്ടേ? ഏതിനാണോ കൂടുതൽ ചാൻസ്, ഓക്കെ, മോസ്റ്റ് ലൈക്ലി വിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണ്ട. പക്ഷേ മോസ്റ്റ് ലൈക്ലി ലൂസ് ചെയ്യാനാണ് ചാൻസ് എങ്കിലോ ആ പേയ്മെൻറ്റ് എന്തായിട്ട് നമ്മൾ കാണിക്കണം? പ്രൊവിഷനായിട്ട് കാണിക്കണം. അതായത് സിംഗിൾ ഇവൻ്റ് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്കം ആണെങ്കിൽ മോസ്റ്റ് ലൈക്ലി എമൗണ്ട് പേയബിൾ എത്രയാണോ അത് മെൻഷൻ ചെയ്യുക. ഇനിയിപ്പം സിംഗിൾ അല്ലാണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിലോ, മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഉണ്ടെങ്കിലോ, ആൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഫോർ എ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഐറ്റംസ് സച്ച് ആസ് വാറണ്ടി പ്രൊവിഷൻ. സോ ഒരു മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ വാറണ്ടിയുടെ കേസിൽ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ വാറണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, വാറണ്ടിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഓക്കെ, ചെറിയ ഡിഫക്ട്സ് ആണെങ്കിൽ ഇത്ര എമൗണ്ട് കൺസിഡർ ചെയ്യണം. പക്ഷെ ഒരു മേജർ ആണെങ്കിലോ ഇത്ര എമൗണ്ട് കൺസിഡർ ചെയ്യണം. അതിലും ഹ്യൂജ് ഭയങ്കര അധികമാണെങ്കിലോ ഇത്ര എമൗണ്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ ലൈക്ക് മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഉണ്ടാവും. സോ ഈ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് വാല്യൂ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. സിംഗിൾ ഔട്ട്കം ആണെങ്കിൽ മോസ്റ്റ് ലൈക്ലി എമൗണ്ട് പേയബിൾ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി നമുക്ക് എങ്ങനെയാണ് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നോക്കുകയാണ്. വാട്ട് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ്? എത്രയാണ് നമ്മൾ പ്രൊവിഷനായിട്ട് വെക്കേണ്ട എമൗണ്ട്? അത്രേ ഉള്ളൂ. സിനാരിയോ നോക്കാം. എൻ എൻറ്റിറ്റി സെൽ ഗൂഡ്സ് വിത്ത് എ വാറണ്ടി കവറിംഗ് കസ്റ്റമേഴ്സ് ഫോർ ദി കോസ്റ്റ് ഓഫ് റിപ്പയർസ് ഓഫ് എനി ഡിഫെക്ട്സ് that are discovered within first 2 months after purchase. Past experience suggests that 88% of the goods sold will have no defects. 88% defect illa. 7% will have minor defect and 5% will have major defect. Okay, minor defect ആയിട്ട് വരാൻ ചാൻസ് 7%, major defect ആയിട്ട് വരാൻ ചാൻസ് 5% ആണ്. That's it. If minor defects were detected in all products sold, the cost of repairs would be 24,000. അപ്പം അങ്ങനെ മൈനർ ഡിഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര കോസ്റ്റ് വരും? ഒരു 24,000 ആണ് കോസ്റ്റ് വരിക. ആൻഡ് മേജർ ഡിഫക്ട്സിൻ്റെ കേസിലാണെങ്കിലോ 200,000. ഇവിടെ നിങ്ങൾ പറയും ഒരു സിംഗിൾ ഔട്ട്കം ആണോ ഈ കേസിൽ വരുന്നത്? അല്ല, ഇവിടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കേസസ് വരുന്നുണ്ട് അല്ലേ, മൾട്ടിപ്പിൾ ഇവൻറ്റ് വരുന്നുണ്ട്, ജസ്റ്റ് സിംഗിൾ ഇവൻറ്റ് അല്ല സംഭവിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? എക്സ്പെക്റ്റഡ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യും. എക്സ്പെക്റ്റഡ് വാല്യൂ മെത്തേഡ് വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ ഇപ്പോൾ 7% ആണ് മൈനർ ഡിഫക്റ്റ്. ആ മൈനർ ഡിഫക്റ്റിന് എത്ര എമൗണ്ട് കോസ്റ്റ് ചെയ്യാനാണ് ചാൻസ്? 24,000 അല്ലേ. സോ 24,000 ഇൻറ്റു 7%. ബട്ട് കഴിഞ്ഞില്ല, നമുക്ക് മേജർ ഡിഫക്ട്സും കൂടിയുണ്ട്. മേജർ ഡിഫക്ട്സ് എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണെന്നാണ് പറയുന്നത്. ആൻഡ് മേജർ ഡിഫക്ട്സ് വന്നിരുന്നെങ്കിൽ കോസ്റ്റ് എത്രയാണെന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത്, അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 200,000 ആണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പ്ലസ് 200,000 ഇൻറ്റു 5%. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂസ് എടുക്കേണ്ടത്. സോ 24,000 ഇൻറ്റു 7% 1,680 വരും. പ്ലസ് 200,000 ഇൻറ്റു 5% 10,000 വരും. ആൻഡ് ദി ടോട്ടൽ എമൗണ്ട് ഇസ് 1,680 പ്ലസ് 10,000, അതായത് 11,680. സിമ്പിളാണ് അല്ലേ? ആൻഡ് നെക്സ്റ്റ്, സോ നമ്മൾ പറഞ്ഞു ഇതിൽ 3 ടോപ്പിക്സ് അല്ലേ, 3 സെക്ഷൻസ് പോലെയുള്ള. സോ ഫസ്റ്റത്തെ പ്രൊവിഷൻ നമ്മൾ കവർ ചെയ്തു. ആൻഡ് ദി നെക്സ്റ്റ് സെക്ഷൻ ഇസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ഇസ് contingent liability. A possible obligation that arises from past events and whose existence will be confirmed only by the occurrence or non-occurrence of one or more uncertain future events not wholly within the control of the entity. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം, പക്ഷെ അത് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ സംവാട്ട് ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വേണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം വരാം. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ബട്ട് പ്രൊവിഷൻ്റെ കേസിൽ എന്തായിരുന്നു? നമ്മൾ ഔട്ട്ഫ്ലോ ഒക്കെ പ്രൊബബിൾ ആയിരുന്നു അല്ലേ, അതായത് ഓൾമോസ്റ്റ് ഒരു 95% ചാൻസ് ഉണ്ട്. അതാണ് പ്രൊബബിൾ എന്നുള്ള വേർഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇവിടെയുള്ള നിങ്ങൾ ടേം നോക്കി, പ്രൊബബിൾ അല്ല നമ്മൾ ഒബ്ലിഗേഷൻ, ഇവിടെ എന്താണ്? പോസിബിൾ ആണ്. അതായത് ചാൻസസ് ആർ ലോവർ ദാൻ ദാറ്റ്. ഓക്കെ, ഓർ ഇൻ സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ a present obligation that arises from past event but it is not recognized because
കാരണം പ്രൊവിഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും അല്ലേ. പ്രൊവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൊവിഷൻ നമ്മളൊരു ലയബിലിറ്റി ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ SOPL എക്സ്പെൻസ് ആയിട്ടും കാണിക്കണം. ബട്ട് ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യൂല. കാരണം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പ്രൊബബിൾ അല്ലേ. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇറ്റ് ഈസ് പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്, പ്രൊബബിൾ അല്ല. It is not probable that an outflow of resources embodying economic benefits will be required to settle the obligation. ഒരു ഔട്ട്ഫ്ലോ വരുന്നുള്ള കാര്യം പ്രൊബബിൾ അല്ല. അതുപോലെ the amount of the obligation cannot be measured with sufficient reliability. പ്രൊവിഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എമൗണ്ട് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ കേസിൽ നോക്കി എമൗണ്ട് നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. Contingent liabilities should not be recognized in the financial statement, but they should be disclosed. Contingent liability എവിടെയും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എവിടെയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മളെ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അവസാനം നമ്മൾ കൊടുക്കില്ലേ, ആ നോട്ട്സിൽ മെൻഷൻ ചെയ്താൽ മതി contingent liability എത്രയാണെന്നുള്ളത്. If an outflow of economic benefits become probable, സോ contingent liability എന്ന് പറയുമ്പോൾ പോസിബിൾ ആണ്. ബട്ട് അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് പ്രൊബബിൾ ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അത് പ്രൊവിഷൻ ആയില്ലേ. ഔട്ട്ഫ്ലോ പ്രൊബബിൾ ആണെങ്കിൽ അതെന്തായി? പ്രൊവിഷൻ ആയില്ലേ. സോ SOFPയിൽ നമ്മൾ SOFPയിൽ ലയബിലിറ്റി ആയിട്ടും കാണിക്കണം, SOPL എക്സ്പെൻസ്, അതായത് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഇഫ് ആൻ ഔട്ട്ഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്സ് ബിക്കം പ്രൊബബിൾ ദെൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ റീക്ലാസിഫൈഡ് ആസ് പ്രൊവിഷൻ. സോ പ്രൊബബിൾ ആയാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? പ്രൊവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. കണ്ടിൻജൻറ്റ് അസറ്റ് എന്താണ്? സോ പ്രൊവിഷൻ കഴിഞ്ഞു, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി കഴിഞ്ഞു. ഇനി എന്താണ് കണ്ടിൻജൻറ്റ് അസറ്റ് എന്നുള്ള കേസ് നമുക്ക് നോക്കാം. എ പോസിബിൾ അസറ്റ് ദറ്റ് അറൈസസ് ഫ്രം ദി പാസ്റ്റ് ഇവൻറ്റ് ആൻഡ് ഹൂസ് എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ് ബൈ ദി ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓഫ് വൺ ഓർ മോർ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് നോട്ട് ഹോൾലി വിത്തിൻ ദി കൺട്രോൾ ഓഫ് ദി എൻറ്റിറ്റി. സെയിം കണ്ടിൻജൻറ്റ് ലയബിലിറ്റി പോലെ സിമിലർ ആണ്. ബട്ട് കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയിൽ എന്തായിരുന്നു? ഔട്ട്ഫ്ലോ ആയിരുന്നു. കണ്ടിൻജൻറ്റ് അസറ്റിൻ്റെ കേസിലോ നമുക്ക് ഇങ്ങോട്ട് ഇൻഫ്ലോ ആണ്, അതായത് എക്കണോമിക് റിസോഴ്സ് ഇൻഫ്ലോ ആവുകയാണ് ചെയ്യുന്നത് കണ്ടിൻജൻറ്റ് അസറ്റിൻ്റെ കേസിലും. ഇവിടെയും സെയിം കേസ് തന്നെ, നമ്മുടെ എൻറ്റിറ്റിയുടെ കൺട്രോളുള്ള കാര്യമല്ല, അതേപോലെ ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എ കണ്ടിൻജൻറ്റ് അസറ്റ് മസ്റ്റ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി SOFP. കണ്ടിൻജൻറ്റ് അസറ്റും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എവിടെയും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. Contingent assets must only be disclosed in the notes if they are probable. കണ്ടിൻജൻറ്റ് അസറ്റിൻ്റെ കേസിൽ കണ്ടോ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ബട്ട് കണ്ടിൻജൻറ്റ് അസറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ മാത്രമേ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? പ്രോബബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓൺലി വെൻ ദ റിയലൈസേഷൻ ഓഫ് ദ റിലേറ്റഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഇറ്റ്സ് വിർച്വലി സർട്ടീൻ ഷുഡ് റെക്കഗ്നിഷൻ ടേക്ക് പ്ലേസ്. അതായത് നമ്മൾ കണ്ടിൻജൻറ്റ് അസറ്റ് എന്താണ്? നമ്മൾ കൺഫേംഡ് അല്ല, ലൈക്ക് ഒരു 5% ചാൻസ്, ആ ഒരു ചാൻസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ SOFPയിൽ എവിടെയും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് പ്രൊബബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ. ആൻഡ് ഇതിപ്പോൾ പ്രൊബബിൾ അല്ലാണ്ട് വെർച്വലി സർട്ടൈൻ ആയാൽ, അതായത് നമുക്ക് ആ ഇൻഫ്ലോ കിട്ടുമെന്ന് ഉറപ്പായാൽ, നമുക്ക് ആ കിട്ടേണ്ട എമൗണ്ട് കിട്ടുമെന്ന് ഉറപ്പായാൽ നമ്മളിത് എന്ത് ചെയ്യണം? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ. At the point the asset is no longer a contingent asset, it becomes an asset. Virtually certain ആയാൽ, ഒരു contingent asset virtually certain ആയാൽ അതെന്തായി? നമ്മൾ നോർമലി ഉള്ളൊരു അസറ്റ് പോലെയായി. ആൻഡ് അസറ്റ് നമ്മൾ എന്താ ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ അസറ്റ് എന്നുള്ള സൈഡിൽ കാണിക്കണം അല്ലേ? അസറ്റിൻ്റെ സെക്ഷനിൽ കാണിക്കണ്ടേ? സെയിം അതേപോലെ അസറ്റായിട്ട് കാണിക്കുക. സോ ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമ്മറൈസ്ഡ് ഫോമിൽ നമുക്ക് നോക്കാം. സോ നമ്മൾ കുറച്ച് ഡിഗ്രീസ് വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റിയുടെ ഡിഗ്രീസ്. അതായത് വെർച്വലി സർട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫേംഡ് ആണ്, അതായത് ഉറപ്പാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മോർ ദാൻ 95% ചാൻസ്. പ്രൊബബിൾ എന്ന് പറഞ്ഞാലോ ഒരു 50 to 95. ഓക്കെ. ബട്ട് ഉറപ്പല്ല. ആൻഡ് പോസിബിളോ അതിനേക്കാളും ലോവർ, 5% to 50% ചാൻസേ ഉള്ളൂ. പിന്നെ റിമോട്ട് എന്ന് പറഞ്ഞാലോ ഒട്ടും ചാൻസ് ഇല്ല. ഓക്കെ. 0 to 5%. ഇനി ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ലയബിലിറ്റിയുടെ കാര്യങ്ങളാണ്. ഇൻഫ്ലോ എന്ന് പറയുമ്പോഴോ അസറ്റിൻ്റെത്. ഓക്കെ. സോ ഒരു ഔട്ട്ഫ്ലോ വെർച്വലി സർട്ടൈൻ ആണ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ഇത്ര പോകും, ഏതാ ടൈമിങ് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം.
ആൻഡ് ആ ഔട്ട്ഫ്ലോ പ്രൊബബിൾ ആണെങ്കിലോ, പ്രൊബബിൾ ഔട്ട്ഫ്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഔട്ട്ഫ്ലോ പ്രൊബബിൾ ആണെങ്കിൽ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ആൻഡ് ദി ഔട്ട്ഫ്ലോ പോസിബിൾ ആണെങ്കിലോ, ആ പോസിബിൾ ആണ് ആ ഒബ്ലിഗേഷൻ എങ്കിലോ കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. ആൻഡ് റിമോട്ട് വളരെ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഫ്ലോ, അതായത് നമ്മുടെ അസറ്റ് എന്നുള്ളൊരു കേസാണ് ഉദ്ദേശിക്കുന്നത്. വെർച്വലി സെർട്ടൈൻ ആണെങ്കിൽ, അതായത് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്, ഇത്ര കിട്ടും എപ്പം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ റെക്കഗ്നൈസ് ഇറ്റ് ആസ് ആൻ അസറ്റ്. ആൻഡ് പ്രൊബബിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കണ്ടിൻജന്റ് അസറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. പോസിബിൾ ആണെങ്കിലോ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അതേപോലെ റിമോട്ട് ആണെങ്കിലോ ഇഗ്നോർ ഇറ്റ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊരു സമ്മറൈസ്ഡ് ഫോമാണ് ഈ ഒരു ടേബിൾ. ഇനി ചെറിയൊരു സെക്ഷൻ, എന്താണ് എൻവയോൺമെൻറ്റൽ പ്രൊവിഷൻ? A provision will be made for future environmental cost if there is either a legal or constructive obligation to carry out work. This will be discounted to present value at a pre-tax market rate. നമ്മൾ ഫസ്റ്റ് IAS 16 PP ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു എൻവയറമെൻറ്റലി ഡാമേജിങ് ആയിട്ടുള്ള നമുക്കൊരു അസറ്റോ കാര്യമുണ്ട്, ഇപ്പോൾ ലാൻഡ് മൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ. സോ ഇത് എൻവയറമെൻറ്റിൽ ഒരുപാട് പൊല്യൂഷൻ റിലീസ് ചെയ്യും. ഓക്കെ, സോ ഗവൺമെൻറ് ഒക്കെ എന്ത് ചെയ്യും, റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വെക്കും. അറ്റ് ദി എൻഡ് നമ്മളെല്ലാം പഴയതുപോലെ ആക്കണം, ഇതൊക്കെ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ അതായത് നമുക്കൊരു ഫ്യൂച്ചറിലൊരു കോസ്റ്റ് വരുമല്ലോ. സോ ഈ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഫോർത്ത് ഇയർ നമ്മൾ എല്ലാം എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. സോ നമുക്ക് ഉണ്ടാവുന്ന ആ ഫ്യൂച്ചർ കോസ്റ്റ് ഉണ്ടാവില്ലേ, ഇത് കാരണം. ഓക്കെ, ഇതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്താൽ മതി, ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഈ കിട്ടുന്ന ആ പ്രസൻറ്റ് വാല്യൂയുടെ ടോട്ടൽ, കാരണം ഇത് നമുക്കൊരു കോസ്റ്റാണ്. സോ ഈ കോസ്റ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, പ്രൊവിഷനായിട്ട് കൺസിഡർ ചെയ്യണം. അതേപോലെ IAS 16 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ വരുന്ന ഈ കോസ്റ്റ്, ഇങ്ങനെ ഈ ഡിസ്മാൻറ്റ്ലിംഗ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, അസറ്റിൻ്റെ കൂടെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. നമ്മൾ IAS 16 PP പഠിച്ചിട്ടുണ്ട്. സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ഈ ഡിസ്കൗണ്ട് ഫാക്ടറിന് ഒരു റേറ്റ് വേണമല്ലോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും. ആ റേറ്റ് ഏതാണ് എടുക്കേണ്ടത്, പ്രീ ടാക്സ് മാർക്കറ്റ് റേറ്റ് ആണ് എടുക്കേണ്ടത്. സോ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്രൊവിഷനിലൊരു ചെറിയൊരു സെക്ഷൻ മാത്രമാണ്. ഫ്യൂച്ചർ റിപ്പയർസ് ടു അസറ്റ്സ് പ്രൊവിഷൻ, ഇസ് ഇറ്റ് റിക്വയർഡ്? സം അസറ്റ്സ് നീഡ് ടു ബി repaired or to have parts replaced every few years. Provisions cannot normally be recognized for the cost of future repairs or replacement parts. So future repairs അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് പാർട്സ് വരുന്ന സെക്ഷനിൽ ഓക്കെ ഇങ്ങനെ ഒരു എക്സ്പെൻസ് നമുക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ there is no current obligation to incur the expense. പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു പ്രസൻറ്റ് ഓബ്ലിഗേഷൻ വേണം. ബട്ട് ഈ കേസിൽ പ്രസൻറ്റ് ഓബ്ലിഗേഷൻ ആണോ, അല്ല, കാരണം ഫ്യൂച്ചറിലുള്ള റിപ്പയർസ് അല്ലേ. സോ അത് കറൻ്റ്ലി നമുക്കൊരു ഒബ്ലിഗേഷൻ ആയിട്ടുള്ളല്ലോ. സോ ഫസ്റ്റ് പോയിൻറ്റ് കറൻറ്റ് ഒബ്ലിഗേഷൻ അല്ല. ആൻഡ് ദി സെക്കൻഡ് പോയിൻറ്റ്, even if the future expenditure is required by the law, the entity could avoid it by selling the asset. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അസറ്റ് എന്ത് ചെയ്താൽ മതി, സെല് ചെയ്താൽ പോരെ. സോ ആ ഒരു പ്രൊവിഷൻസിൻ്റെ ആ ഒരു ഡെഫിനീഷനും ക്രൈറ്റീരിയയും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഫ്യൂച്ചർ റിപ്പയർസ് ടു അസറ്റിന് പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ? റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഇൻ സിമ്പിൾ ടേംസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്, അതൊരു കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് എന്ത് ചെയ്യാന്ന്, അവരുടെ ലൊക്കേഷൻ മാറ്റാണ്, അല്ലെങ്കിൽ അവർ ഓപ്പറേഷൻ മാറ്റാണ്, അല്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്താണ്. ഈ മാറ്റങ്ങളൊക്കെ വരുന്നതിന് നമുക്ക് പ്രൊവിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് ഇവിടെ നോക്കാനുള്ളത്. A restructuring is a program that is planned and controlled by management and materially changes either. So ഇതൊരു പ്ലാൻ ആൻഡ് പ്രോഗ്രാം ആര് കൺട്രോൾ ചെയ്യുന്നതാണ്, മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. The scope of a business undertaken by an entity. സോ ഇത് മെറ്റീരിയലി എന്തൊക്കെ ചേഞ്ചസ് വരും, നമ്മുടെ ബിസിനസ് നടത്തുന്ന സ്കോപ്പ് അത് മാറാം, സ്കോപ്പ് ഓഫ് ദി ബിസിനസ് മാറാം. അതേപോലെ ദ മാനർ ഇൻ വിച്ച് ദാറ്റ് ദ ബിസിനസ് ഇസ് കണ്ടക്റ്റഡ്, ഇതുവരെ എങ്ങനെയാണോ നടത്തിക്കൊണ്ടിരുന്നത് അതിലും മാറ്റം. സോ ഇങ്ങനെ എന്തെങ്കിലും വലിയ മാറ്റം, ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള മാറ്റം, അതായത്
ഹ്യൂജ് ചേഞ്ച് ആണ്. നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വലിയ ചേഞ്ച് ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചേഞ്ചിനാണ് നമ്മൾ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, now when to recognize restructuring provision, an entity must have a detailed formal plan for the restructuring. നമുക്കൊരു ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാൻ വേണം. അതേപോലെ the employees have a valid expectation that the restructuring will be carried out because it had been formally communicated to the affected parties before the year end or the plan is being implemented at the year end. So ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇയർ എൻഡിന് മുന്നിനായിട്ട് ഇത് ആർക്ക് ഇൻഫോം ചെയ്യണം? കാരണം ഒരു റീസ്ട്രക്ചർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ സ്കോപ്പ് മാറാണ്, അതായത് അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ സ്കോപ്പ് മാറാണ്, ഓപ്പറേഷൻ മാറാണ്. അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ ഒരുപാട് എംപ്ലോയീസിനെ എഫക്റ്റ് ചെയ്യും അല്ലേ? സോ ഇത് എഫക്റ്റ് ചെയ്യുന്ന പാർട്ടീസ് ആരൊക്കെയാണ് അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഒരു ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാനും ഉണ്ടാവണം. കോസ്റ്റ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ. നമ്മൾ ഈ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ചില കോസ്റ്റ് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, റീസ്ട്രക്ചറിങ് കാരണം ഇങ്ങനെ കോസ്റ്റ് വന്നു, ഇങ്ങനെ കോസ്റ്റ് വന്നു, അതൊക്കെ നമ്മൾ നോർമലി എന്ത് ചെയ്യും? പ്രൊവിഷനായിട്ട് കണക്കാക്കും. പക്ഷേ ചില കോസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കോസ്റ്റാണ് റീട്രെയിനിങ് ഓർ റീലൊക്കേറ്റിംഗ് കണ്ടിന്യൂയിങ് സ്റ്റാഫ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് റീട്രെയിനിങ് അല്ലെങ്കിൽ അവരെ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ മാർക്കറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ സിസ്റ്റംസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കോസ്റ്റും എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് നടക്കുന്ന കോസ്റ്റ് ഇല്ലേ, അങ്ങനെ വരുന്ന കോസ്റ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നൗ ദ ലാസ്റ്റ് ഒരു ചെറിയ പോയിന്റ്, ചേഞ്ചസ് ഇൻ പ്രൊവിഷൻസ് ആർ റിഗാർഡഡ് ആസ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. നമ്മൾ IAS 8 സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? സോ ഇവിടെ ഈ പ്രൊവിഷൻസിൽ വരുന്ന ചേഞ്ചസ് ഏതിലാണ്? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്നതാണ്. സോ ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എങ്ങനെയാണ് ആ ചേഞ്ച് നമ്മൾ കാണിക്കേണ്ടത്? പ്രോസ്പെക്റ്റീവ്ലി ആണ്. അതായത് കറൻറ്റ് ഇനിയുള്ളത് മുതൽ ഫ്രം നൗ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ചേഞ്ചസ് കാണിക്കേണ്ടത്. ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ പ്രോസ്പെക്റ്റീവ്ലി റാദർ ദാൻ റെട്രോസ്പെക്റ്റീവ്ലി. സോ ഇതൊക്കെയാണ് നമ്മുടെ IAS 37 പ്രൊവിഷൻ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ് വരുന്നത്. സോ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എവിടെയാണ്, എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് കൂടി കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.